ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. എന്താ ഈ കുതിര ബിരിയാണി? ആദ്യം ഒരു മസാലക്കറി ഉണ്ടാക്കാം. കടല മസാല ആയാലോ? ഒരു കുക്കർ എടുത്ത് അതിലേക്ക് 1 കപ്പ് കുതിർത്ത പച്ചക്കടല, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 4 വെളുത്തുള്ളി ചതച്ചതും, 1/2 സവാള മുറിച്ചതും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വെള്ളം. കുക്കർ അടച്ച് 5 വിസിൽ വന്ന ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. കുക്കറിലെ പ്രഷറെല്ലാം പോയ ശേഷം അതിൽ നിന്നും 3 ടേബിൾ സ്പൂൺ കടല എടുത്ത് മാറ്റിവെക്കാം. ഈ കടല നല്ലപോലെ തണുത്ത ശേഷം മിക്സി ജാറിലേക്കിട്ട് അരച്ചെടുക്കേണ്ടതാണ്. അതാണ് തേങ്ങ ചേർക്കാത്ത കൊഴുത്ത കടലക്കറിയുടെ രഹസ്യം. ഒരു കടായി എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വരുമ്പം 1/2 സവാള നീളത്തിൽ മുറിച്ചതും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് ട്രാൻസ്ലൂസന്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് അതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റണം. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കൂടി ഇട്ട് മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇതിപ്പം തേങ്ങ വറുത്തരയ്ക്കാതെ വളരെ സിമ്പിളായി ടേസ്റ്റിയും സ്പൈസിയുമായ തിക്കായ ഒരു കടലക്കറി നമുക്ക് ഉണ്ടാക്കാം. ഇതിലേക്ക് 1 പിടി തേങ്ങാക്കൊത്തു കൂടി ഇട്ട് കൊടുക്കാം. കടലക്കറി കഴിക്കുമ്പം ഇടയ്ക്ക് തേങ്ങ കിട്ടുന്നത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ചെറുതായി ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് 1 തക്കാളി ചെറുതായി മുറിച്ചിട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി തക്കാളിയും മസാലയൊക്കെ ഒന്ന് യോജിപ്പിക്കണം. നമ്മൾ നേരത്തെ മാറ്റിവെച്ച കടലയില്ലേ, അതൊന്ന് മിക്സിയിലിട്ട് അരച്ചുകൊണ്ടുവരാം. കടായിലേക്ക് ഒരല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. തക്കാളി വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കിയ ശേഷം അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. തക്കാളി എല്ലാം വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച കടല ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കറി ഒന്ന് തിളച്ച് വരട്ടെ. നല്ലപോലെ തിളച്ച് എണ്ണയെല്ലാം തെളിഞ്ഞു വരുമ്പം ഇതിലേക്ക് അരച്ചു വെച്ച കടല ചേർക്കാം. കുറച്ച് കറിവേപ്പില കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കറി തണുക്കുമ്പോൾ നല്ലപോലെ തിക്കാവും. അപ്പോൾ അതിനനുസരിച്ചുള്ള കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കിത് ഇറക്കാൻ. ഒരുപാട് തിക്കായി എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. തണുത്ത വെള്ളം ഒഴിക്കരുത്. ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച ശേഷം മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതിപ്പം കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരല്പസമയം അടച്ചു വെച്ച ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ല കൊഴുപ്പുള്ള ഗ്രേവിയോട് കൂടിയ കടലക്കറി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി അല്ലേ ഉണ്ടാക്കാൻ? നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം കമന്റായി അറിയിക്കണം. ടേസ്റ്റ് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. പുട്ടിനോടൊപ്പം മാത്രമല്ല, ചോറിനോടൊപ്പവും ചപ്പാത്തിയോടൊപ്പവും പൂരിയോടൊപ്പവും എല്ലാം ഇത് നല്ല കോമ്പിനേഷനാണ്. 1 ചാൺ നീളവും അമ്മിക്കുട്ടിയുടെ വണ്ണമുള്ള പുട്ടും കൊഴുത്ത മസാലക്കറിയും വലിയൊരു പപ്പടവും കൂട്ടിക്കുഴച്ചാൽ കുതിര ബിരിയാണിയായി.